ബെൽജിയം വേഴ്സസ് സ്പെയിൻ എന്താ സംഭവിച്ചതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ബെൽജിയം ആക്ച്വലി വളരെ നന്നായിട്ട് കളിച്ചു. ദേ ആക്ച്വലി സ്കോർഡ് എഗെയിൻസ്റ്റ് സ്പെയിൻ. അത് ഭയങ്കര പാടുള്ള കാര്യം. കാരണം കഴിഞ്ഞ കുറേ മാച്ചുകളായിട്ട് സ്പെയിൻ ഒരു ഗോൾ പോലും കൺസീഡ് ചെയ്യാതെ അങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ടീമിനെതിരെ സ്കോർ ചെയ്യാന്ന് പറഞ്ഞത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അത് ആക്ച്വലി ബെൽജിയത്തിന് ചെയ്യാൻ പറ്റിയത് ഭയങ്കര വലിയ കാര്യമാണ്. സ്പെയിൻ ആക്ച്വലി നല്ല രീതിയിൽ കളിച്ചു. അത് ജയിച്ചത് മെറീനോൻ്റെ ഒരു ഫിനിഷിലായിരുന്നു. മെറീനോ എന്ന പ്ലെയർ എങ്ങനെയാണെന്നറിയില്ല, ഹി ക്യാൻ സെൻസ് ഗോൾസ്. അത് ബോക്സിലായിട്ടാണ് എങ്ങനെയാണെന്നുണ്ടെങ്കിലും പുള്ളി റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം ഉണ്ട്. പുള്ളി ഇത് കഴിഞ്ഞ ഗെയിമിലും പുള്ളി സ്പെയിനെ സേവ് ചെയ്തു, ഈ ഗെയിമിലും പുള്ളി സ്പെയിനെ സേവ് ചെയ്തു. വേറൊരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൻറ്റ് ലാമൻസ്. കോർട്ടോയ്ക്ക് 69-70 മിനിറ്റ്സിൽ ക്വാഡ്രിസെപ്സിന് ഇഞ്ചറി വന്നിട്ട് സബ് ചെയ്യേണ്ടി വരുന്നു. അത് കഴിഞ്ഞ് ലാമൻസ് വരുന്നു. അതൊരു എററാണെന്ന് ചോദിച്ചാൽ അത് ഒരു എററാണ്. അതൊരു ഗോൾ കീപ്പിംഗ് മിസ്റ്റേക്കിൽ നിന്നാണ് മെറീനോ സ്കോർ ചെയ്യുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പുള്ളത്, ലാമൻസിന് ഈ ഗെയിം ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഗെയിമായിരിക്കും. ദാറ്റ് മിസ്റ്റേക്ക് കോസ്റ്റ് ബെൽജിയം ദ വേൾഡ് കപ്പ് സെമി ഫൈനൽ. ഇതുപോലെ തന്നെ ഒരു മിസ്റ്റേക്ക് നമ്മൾ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ലിവർപൂളിൻ്റെ ഗോൾ കീപ്പറിന് ഉണ്ടായിരുന്നു റയൽ മാഡ്രിഡിനെതിരെ. എനിക്ക് ഓർമ്മയില്ല, ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ കൃത്യമായിട്ടുള്ള ഇയറും ഗോൾ കീപ്പറിൻ്റെ നെയിം നമ്മൾ ഓർക്കണല്ലേ, കാരിയസോ, കറക്റ്റ് പേര് എനിക്കറിയില്ല. എന്നാലും കാരിയസ് എന്നാണോ കാരിക് എന്നാണോ ആ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ആ ഗെയിം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. അന്ന് ചാമ്പ്യൻസ് ലീഗിൽ ഇതുപോലൊരു ലിവർപൂൾ വേഴ്സസ് റയൽ മാഡ്രിഡ് ഗെയിമിൽ മിസ്റ്റേക്ക് വരുത്തിയിട്ട് പിന്നെ ആ പുള്ളിക്ക് ആ ഒരു മിസ്റ്റേക്കിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ യുവർ ഫസ്റ്റ് ഗോൾ കീപ്പർ ആൻഡ് സെക്കൻഡ് ഗോൾ കീപ്പർ. നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല കോർട്ടോ സബ് ചെയ്യപ്പെടും എന്നുള്ള പരിപാടി. ആ ഒരു ക്രൂഷ്യൽ മാച്ചിൽ 70th മിനിറ്റിൽ സബ് ചെയ്യപ്പെടുന്നു. ലാമൻസ് വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ മാച്ച് ഇറങ്ങുന്നു കളിക്കുന്നു. ഒരു പ്രിപ്പയർ ആയിട്ട് ഇരുന്നിട്ടുണ്ടാവില്ല. ഗോൾ കീപ്പർമാർക്ക് പൊതുവേ സെക്കൻഡ് ഗോൾ കീപ്പറായി കഴിഞ്ഞാൽ വേൾഡ് കപ്പിന് ജസ്റ്റ് വരുന്നു, ട്രെയിൻ ചെയ്യുന്നു, പോകുന്നു. ഒരു ഇഞ്ചറി വരുമ്പോൾ മാത്രമാണ് സെക്കൻഡ് ഗോൾ കീപ്പർ ഇറങ്ങുന്നത്. ലാമൻസും ഒരിക്കലും പ്രിപ്പയർഡ് ആവാത്ത വരുന്നൊരു ഗെയിമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് മിസ്റ്റേക്ക് കോസ്റ്റ് ബെൽജിയം വേൾഡ് കപ്പ് സെമി ഫൈനൽ എന്ന് പറയാൻ പറ്റും. വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ലാമൻസ് ഈ ഗെയിം ഒരിക്കലും മറക്കില്ല. പക്ഷെ നമുക്ക് ലാമൻസിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം മിസ്റ്റേക്സ് ഹാപ്പൻ. ഗോൾ കീപ്പറിൻ്റെ മിസ്റ്റേക്കാണ് ഒരാളും ഒരിക്കലും മറക്കാത്ത മിസ്റ്റേക്ക്. പല ഫൈനൽസിൽ നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കിൻ്റെ പേരിൽ എല്ലാവരും ഓർത്തിരിക്കണത് ആ മിസ്റ്റേക്കിൻ്റെ പേരിലായിരിക്കും. അവർ എത്ര ഗെയിമുകൾ നന്നായി കളിച്ചു അതൊന്നും ആരും ഓർത്തിരിക്കില്ല. ഫോർവേഡ്സിന് മിസ്റ്റേക്സ് വരാം, പക്ഷേ ഗോൾ കീപ്പറിന് മിസ്റ്റേക്ക് വരാൻ പറ്റില്ല. എന്തായാലും ലാമൻസിന് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നാളത്തെ മാച്ച് അർജൻറ്റീന സ്വിറ്റ്സർലൻഡ്, അതും ഒരു ടൈറ്റ് മാച്ച് ആയിരിക്കും. ഞാൻ തിങ്ക് ചെയ്യുന്നു സ്വിറ്റ്സർലൻഡ് ക്യാൻ ബി ദ ഡാർക്ക് ഹോഴ്സസ് ഇൻ ദാറ്റ് മാച്ച്. സ്വിറ്റ്സർലൻഡിന് ജയിക്കാനുള്ള എല്ലാ കേപ്പബിലിറ്റിയും ഉണ്ട്. ദേ ക്യാൻ ആക്ച്വലി സ്കോർ. അത് തന്നെയാണ് ഇപ്പോഴും ഉള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദെയർ മാച്ച് ഈസ് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ഓൺ ദ സെൻട്രൽ പ്രോഗ്രഷൻ. വിങ്സിൽ നിന്നുള്ള അറ്റാക്ക് ഇല്ല. ഇഫ് മെസ്സി ഗെറ്റ് ഇഞ്ചേർഡ് ഓർ ഹോപ്പ് that doesn't happen, but മെസ്സിക്ക് അത്ര നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഈസിലി സ്വിറ്റ്സർലൻഡിനെ സ്കോർ ചെയ്യാൻ പറ്റും, സെമി ഫൈനലിൽ പോകാൻ പറ്റും. അതുപോലെ ഇംഗ്ലണ്ട് നോർവേ മാച്ച്, പ്രഷർ ഈസ് ഓൺ ഇംഗ്ലണ്ട് ബിക്കോസ് നോർവേ ഈസ് റിയലി ഡൂയിങ് വെൽ. ആൻഡ് കഴിഞ്ഞ മാച്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഹാലൻഡിന് 30 ടച്ചസ് ഉണ്ടായ അതിൽ 2 ടച്ച് ഗോളാണ്. സോ ഒരു ഹാഫ് ചാൻസ് പോലും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഹാലൻഡ്. അതുപോലെ തന്നെ ബെല്ലിങ്ങാം
ബെല്ലിങ്ഹാമിന് ലൈക്ക് ഇതിന് മുന്നേ കളിച്ച കളികളിലെ പോലെ അറ്റാക്ക് ചെയ്ത് പോകാൻ പറ്റില്ല. അങ്ങനെ അറ്റാക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ മിഡ്ഫീൽഡ് കുറേ കൂടി ഓപ്പൺ ആവും. അങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാലൻ ക്യാൻ എക്സ്പ്ലോയിറ്റ് ദാറ്റ് സ്പേസസ് ആൻഡ് സ്കോർ. അങ്ങനെ ഓപ്പണായിട്ട് കളിക്കാൻ പറ്റാത്തത് കൊണ്ട് വിങ്ങിൽക്കൂടെ ആയിരിക്കും കളി വരുന്നത്. അതായത് ആൻ്റണി ഗോർഡൻ ക്രൂഷ്യലായി. കാരണം ആൻ്റണി ഗോർഡൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് ദ ബോൾ, വാട്ട് ഹി ഡസ് ഓഫ് ദ ബോൾ ഈസ് ലൈക്ക് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് പ്രസ് ചെയ്യുന്ന സമയത്ത് പ്രസ് ചെയ്യും, ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ഡിഫെൻഡ് ചെയ്യും. സോ ഗോർഡൻ ആയിരിക്കും ഒരു ക്രൂഷ്യൽ മാൻ ഇൻ ദ മാച്ച്. ബട്ട് ഐ തിങ്ക് നോർവേ ഒരു 2-1 ജയിക്കാനാണ് സാധ്യത. അറിയില്ല, കാരണം ഈ നോക്കൗട്ട് മാച്ചസ് ആകുമ്പോൾ ലൈക്ക് ഒരു ചെറിയ എറർ മതി. ലൈക്ക് ഇന്നലെ ലാസ്റ്റ് ഗെയിം നടന്ന പോലെ ബെൽജിയം ആക്ച്വലി നന്നായിട്ട് കളിച്ചു. എന്നാലും ഒരു ചെറിയൊരു മാർജിൻ ഓഫ് എറർ മതി. റിസൾട്ട്സ് ക്യാൻ ബി ലൈക്ക് എയ്തർ വേ. എന്തായാലും നെക്സ്റ്റ് ഗെയിം, നാളത്തെ ഗെയിം അർജൻറ്റീന സ്വിറ്റ്സർലൻഡ്. ഐ തിങ്ക് സ്വിറ്റ്സർലൻഡ് വിൽ വിൻ. ദാറ്റ്സ് നോട്ട് ഐഡിയൽ, ബട്ട് മെസ്സിനെ ലൈക്ക് കൂട്ടാൻ സാധിച്ചാൽ ഷുവറായിട്ടും അർജൻറ്റീനയ്ക്ക് ലൈക്ക് സ്വിറ്റ്സർലൻഡിന് ജയിക്കാൻ സാധിക്കും. സ്വിറ്റ്സർലൻഡിലൊരു ക്രൂഷ്യൽ പ്ലെയർ എന്ന് പറഞ്ഞാൽ സാക്ക ബ്രിങ്സ് ദാറ്റ് എക്സ്പീരിയൻസ് ആൻഡ് കെൻ ഗൈഡ് യങ് പ്ലെയേഴ്സ് ഓൺ ദ പിച്ച്. സാക്ക പോയിട്ടുള്ള ഏത് ടീം എടുത്താലും ലൈക്ക് ലെവർകൂസനിൽ പോയി, ലെവർകൂസൻ വാസ് ഗുഡ്. ദെൻ ലിവർപൂൾ വാസ് ഗുഡ്. സാക്കയ്ക്ക് അത് ലൈക്ക് സാക്ക ഉള്ള ടീമിന് ആ ഒരു ഡ്രസ്സിങ് റൂമിലുള്ള ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്. അത് നമുക്ക് നോക്കാം. എന്തായാലും ലെറ്റ്സ് ഹോപ്പ് വി ആർ സീയിങ് ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ. ആ മാച്ചിനെ കുറിച്ച് പ്രത്യേകം എടുത്ത് പറയണം. ദാറ്റ് മാച്ച് വുഡ് ബി ലൈക്ക് ദ ഫൈനൽ. ആ മാച്ചായിരിക്കും ഈ വേൾഡ് കപ്പിൽ കാണാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി മാച്ച്. സോ ആരും ആ ഗെയിം മിസ് ചെയ്യരുത്. അപ്പോൾ അത്രേ ഉള്ളൂ വേൾഡ് കപ്പ്. ഐ തിങ്ക് ഫ്രാൻസ് ആർ സ്റ്റിൽ ദ വിന്നേഴ്സ്. അപ്പോൾ നമുക്ക് കാണാം. താങ്ക് യു.